സംഭവമായി മാറുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മനുഷ്യന്റെ തലച്ചോറിൽ അല്ലാഹു തആല വെച്ച ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന മനുഷ്യന്റെ ബ്രെയിൻ സിസ്റ്റം വർക്ക് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട എഞ്ചിനുണ്ട്. ഒരുപക്ഷെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമ്മൾ ബയോളജിയിൽ മാർക്ക് കിട്ടാൻ വേണ്ടി ഹൈപ്പോതലാമസിന്റെ ചിത്രം വരച്ചിട്ടുണ്ടാകും. ഹൈപ്പോതലാമസിന് അപകടം സംഭവിക്കുന്ന 3 തിന്മകൾ ഇന്ന് വ്യാപകമാണ്. അതിലൊന്നാമത്തത് ലഹരിയാണ്. രണ്ടാമത്തത് മോശമായ വീഡിയോ കാണലാണ്. മോശമായ വീഡിയോ കാണുന്ന ആളുകളുടെ ബ്രെയിൻ സിസ്റ്റം ഡിസോർഡർ ആയിരിക്കും. ജർമ്മനിയിലെ ന്യൂറോളജിസ്റ്റുകളായ 100 പ്രഗത്ഭരായ ന്യൂറോളജിസ്റ്റുകൾ, ജർമ്മൻ യൂണിവേഴ്സിറ്റിയിലെ വളരെ പ്രഗത്ഭരായ 100 ന്യൂറോളജിസ്റ്റുകൾ മോശമായ വീഡിയോ കാണുന്ന ആളുകളുടെ തലച്ചോറും അത് കാണാത്ത 100 ആളുകളുടെ തലച്ചോറും പഠന വിധേയമാക്കി. ഇന്നും നിങ്ങൾ പോണോഗ്രഫി അഡിക്ഷനെ കുറിച്ചുള്ള ജർമ്മൻ യൂണിവേഴ്സിറ്റിയിലെ പഠന റിപ്പോർട്ട് ഗൂഗിൾ ചെയ്താൽ ഏകദേശം ഒരു 36 പേജുള്ള പഠന റിപ്പോർട്ട് കിട്ടും. ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് ലളിതമായി അത് ഉൾക്കൊള്ളാൻ കഴിയും. അതിന്റെ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ എഴുതി വെച്ചിട്ടുള്ളത് മോശമായ വീഡിയോ കാണുന്നവന്റെ തലച്ചോറും അതുപോലെ ലഹരി ഉപയോഗിക്കുന്നവന്റെ തലച്ചോറും ഒരുപോലെ മാത്രമേ പ്രവർത്തിക്കൂ എന്നാണ്. അഥവാ മനുഷ്യന്റെ തലച്ചോറിൽ ഓർമ്മശക്തിയെ സഹായിക്കുന്ന ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന ഭാഗം പൂർണ്ണമായി തകരും. ഇത് തന്നെയാണ് വളരെ ക്രൂരൽ മനോഭാവമുള്ള അക്രമ മനോഭാവമുള്ള ഗെയിം കളിക്കുന്ന കുട്ടികളിലും സംഭവിക്കുന്നത്. ചില ഗെയിമുകൾ ഫൈറ്റിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. ചില ഗെയിമുകൾ ഗണ്ണ് ചെയ്ത് വെടിവെച്ച് കൊന്നാൽ പോയിന്റ് കൂടുന്ന ഗെയിമുകളാണ്. ചില ഗെയിമുകൾ മനുഷ്യ ശരീരത്തിലൂടെ വാഹനം കയറ്റിപ്പോയാൽ വിജയിക്കുന്ന ഗെയിമുകളാണ്. ഇങ്ങനെയുള്ള അപകടമുള്ള മനുഷ്യന്റെ മൈൻഡ് സിസ്റ്റത്തെ, ബ്രെയിൻ സിസ്റ്റത്തെ, തലച്ചോറിനെ ഇതിന്റെ സിസ്റ്റത്തിൽ നിന്ന് തകരാറ് വരുത്തുന്ന ഡിസോർഡർ ആക്കുന്ന ഗെയിമുകളിൽ പെട്ടുപോകുന്നതിനെ നമ്മൾ സൂക്ഷിക്കണം.